ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് മീഷോ പ്രൊഡക്ട്സ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് ഈ ഒരു കണ്ടെയ്നറാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? നമുക്ക് ബേബി ഫുഡൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കണ്ടെയ്നറാണ്. നമുക്ക് ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമാണിത്. നമുക്ക് എന്താ പറയുക, ബേബി ഫുഡ് നമ്മളിങ്ങനെ എടുക്കാൻ വേറൊരു ബോട്ടിലും കാര്യങ്ങളൊക്കെ ഒന്നും തരേണ്ട ആവശ്യമില്ല. ഇതുപോലെ സെക്യൂർ ആയിട്ട് ഇതിൽ തന്നെ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ ഒരു കണ്ടെയ്നറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് തന്നെയാണ് ഉള്ളത്. കാരണം എന്താ വെച്ചാൽ ബേബി ഫുഡാണല്ലോ ഇട്ട് വെക്കാൻ, അപ്പോൾ അത്രയും നല്ല പ്രൊട്ടക്ഷനിൽ തന്നെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. പിന്നെ അത് ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണുള്ളത്. പിന്നെ ലിഡിന് ഇതുപോലെ വാഷറൊക്കെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാഷറാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ വാഷറൊക്കെ കൊടുത്തതുകൊണ്ട് തന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പം ഉള്ളിൽ എയർ കയറി അല്ലെങ്കിൽ ഉറുമ്പ് കയറി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബേബി ഫുഡൊക്കെ ഇട്ട് വെക്കാൻ പറ്റും. അതായത് നമുക്ക് ഫോർമുല പൗഡറൊക്കെ ഉണ്ടാവില്ലേ കുട്ടികളെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാൻ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 278 രൂപയാണ് കേട്ടോ. ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് എന്തായാലും ആ ഒരു പ്രൈസിന് നല്ല വേർത്തായുള്ള പ്രൊഡക്റ്റാണ്. അത്യാവശ്യം ഒരു സൈസ് ഉണ്ട് കേട്ടോ, ഒരുപാട് വലുതല്ല എന്നാൽ തീരെ ചെറുതല്ല, ആ രീതിയിലാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു കട്ട്ലറി ഹോൾഡറാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഒരു കട്ട്ലറി ഹോൾഡറാണ്. നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്. എനിക്ക് തോന്നുന്നു ഒരു വിധത്തിലൊന്നും നമ്മൾ എറിഞ്ഞു പൊട്ടിച്ചാലും വരെ പൊട്ടാത്ത രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക്കിലാണ് ഇത് വരുന്നത്. പിന്നെ ഇതുപോലെ ഇങ്ങനെ രണ്ട് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട്, അതായത് ഇതെന്തിനാന്ന് വെച്ചാൽ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്യാനാണ് കേട്ടോ. വാളിൽ നമ്മൾ സ്ക്രൂ ചെയ്യാതെ തന്നെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൽഫ് അഡ്ഹസീവ് ആയിട്ടുള്ള സ്റ്റിക്കറാണ്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ്, ഇങ്ങനെ രണ്ട് പാർട്ടായിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഇതുപോലെ ഒരു സംഭവം ഉണ്ടിട്ട് ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് കത്തി, സിസേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു യെല്ലോ പാർട്ട് കേട്ടോ. അപ്പം താഴ്ഭാഗത്ത് ഹോളായതുകൊണ്ട് തന്നെ വെള്ളം ഒക്കെ പോയി ഡ്രെയിനായി നിൽക്കാനും സഹായിക്കും കേട്ടോ. പിന്നെ ഈ ഒരു രീതിയിലാണ് ഇത് ഹുക്ക് ചെയ്യുക വാളില്. ഈ ഒരു സ്റ്റിക്കർ ഇതുപോലെ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് എവിടെയാണോ നമുക്ക് ഇത് ഫിക്സ് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അടിപൊളി അവിടെ നിന്നോളൂ. നല്ലൊരു കളർ കോമ്പിനേഷനിലും കൂടിയാണ് വരുന്നത്. ഇതിന്റെ തന്നെ വേറൊരു കളറിലും കൂടി വരുന്നുണ്ട് കേട്ടോ മീഷോയിൽ. അപ്പൊ ഇതിന്റെ പ്രൈസ് 440 രൂപയാണ് കേട്ടോ. ആ ഒരു പ്രൈസ് ഒരിക്കലും ഇതിന് അധികമാണെന്ന് ഞാൻ പറയില്ല, കാരണം അത്രയും ക്വാളിറ്റി വരുന്നൊരു ഹോൾഡറാണ്. മാത്രമല്ല കിച്ചൺ നല്ല അടിപൊളിയൊക്കെ ആയിട്ട് സൂക്ഷിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ്, ഈ ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മൾ സിങ്കിന്റെ ഉള്ളിലായിട്ട്, അതായത് സിങ്കിലേക്ക് ഇറക്കി വെക്കുന്ന രീതിയിൽ വെക്കുന്ന ഒരു ഓർഗനൈസറാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗത്ത് കിച്ചൺ ടവലൊക്കെ വെക്കാൻ, അതുപോലെ താഴ്ഭാഗത്ത് നമുക്ക് സ്ക്രബ്ബർ, അതുപോലെ എന്തെങ്കിലും ലിക്വിഡോ അല്ലെങ്കിൽ ഡിഷ് വാഷ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ താഴ്ഭാഗത്ത്. പിന്നെ മാത്രമല്ല ഇത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സിങ്കിന്റെ വലിപ്പത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇത് വരുന്നത്. പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. ഒരുപാട് ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണെന്ന് പറയുന്നില്ല, എന്നാൽ അത്യാവശ്യം ക്വാളിറ്റി വരുന്ന ഒരു പ്ലാസ്റ്റിക്കിൽ വരുന്ന ഒരു എന്താ പറയുക സിങ്ക് ബാസ്ക്കറ്റാണ് കേട്ടോ. നല്ല ഒരു എന്താ പറയുക കിച്ചൺ നല്ലൊരു ക്ലീൻ ആയിട്ട് നിൽക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക്, അതായത് കിച്ചൺ മീൻസ് കൗണ്ടർ ടോപ്പും അതുപോലെ സിങ്കിന്റെ ഭാഗങ്ങളൊക്കെ നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രൈസ് 175 രൂപയുണ്ട്. ആ ഒരു പ്രൈസിന് എന്താണ് വേർത്തുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇതെന്താണെന്ന് അറിയോ? ഇത് നമുക്ക് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പൗഡറാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ വാഷിംഗ് മെഷീൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യണം, കാരണം അത്രയും ഡയറക്റ്റ് അതിൻ്റെ ഉൾഭാഗത്തായിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഇത് ടോപ്പ് ലോഡിനും ഫ്രണ്ട് ലോഡിനും ഒക്കെ ഒരേ രീതിയിൽ യൂസ് ചെയ്യാമെന്നാണ് ഇതിൻ്റെ മേലെ എഴുതിയിട്ടുള്ളത്. അപ്പം ഒരു പൗഡറാണ് കേട്ടോ. ഒരൊറ്റ യൂസിന് ഒരു പാക്കറ്റ് വേണ്ടി വരും. അപ്പം അങ്ങനെ 6 പാക്കറ്റാണ് ഇതിലുള്ളത്. 6 പാക്കറ്റിനും കൂടി 100 രൂപയായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ച സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പം ഇതിന്റെ മെത്തേഡ് ഓഫ് യൂസിങ്ങും കാര്യങ്ങളൊക്കെ ഇതിന്റെ പാക്കറ്റിന്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ വാഷിംഗ് മെഷീന് പറ്റിയതാണോ അല്ലേ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ഒരുവിധം എല്ലാ വാഷിംഗ് മെഷീനും പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇത് വരുന്നത്. പിന്നെന്ന് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് ഞാൻ പറയും. കാരണം ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. ഞാൻ ഇതായാലും യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ക്ലീൻ ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ ഒരു പൗഡർ ഇട്ടിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. പിന്നെ എല്ലാ മെത്തേഡും കാര്യങ്ങളും ഇതിന്റെ പുറം ഭാഗത്തുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു കണ്ടെയ്നേഴ്സ് ആണ് കേട്ടോ. 5 വരുന്ന സെറ്റാണ്.
നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ, കാണാൻ നല്ല ക്യൂട്ടായിട്ടൊക്കെ ഇരിക്കുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന പ്ലാസ്റ്റിക് ആണ് കേട്ടോ. നമ്മൾ ബെൻഡ് ചെയ്താൽ ബെൻഡ് ചെയ്യുന്ന രീതി വരുന്ന സൈസ് പ്ലാസ്റ്റിക്കിൽ, അതായത് നമുക്ക് ഓവൻ സേഫ് ആണെന്നൊക്കെയാണ് ഇതിൽ എഴുതിയത്. അപ്പം ആ രീതിയിൽ വരുന്ന പ്ലാസ്റ്റിക് ആണ്, 5 ഡിഫറെൻറ്റ് സൈസിലാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാവും കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റിയിലൊക്കെ വരുന്ന കണ്ടെയ്നേഴ്സ് ആണ് കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിൽ ഫുഡൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഇത് ധാരാളം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രൈസ് 258 രൂപയായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു പ്രൈസിന് വർത്താൻ തോന്നുന്നു, കാരണം 5 കണ്ടെയ്നേഴ്സ് അല്ലേ ആ ഒരു പ്രൈസിന് കിട്ടുന്നത്. അപ്പം എന്തുകൊണ്ടും വർത്താനുള്ള പ്രൊഡക്റ്റ് തന്നെ കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വേണമെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെക്ക് ചെയ്തോളൂ, വാങ്ങിക്കോളൂ കേട്ടോ. കാരണം ഔട്ട് ഓഫ് സ്റ്റോക്ക് ഒക്കെ ആവാൻ സാധ്യത ഉണ്ടല്ലോ. ഇതിന് മുന്നേ കുറേ പ്രൊഡക്റ്റ് അങ്ങനെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയിട്ട് കമന്റിൽ അങ്ങനെ വരും കേട്ടോ, ലിങ്ക് എന്ന് പറഞ്ഞിട്ട്. പക്ഷെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയ പിന്നെ. അപ്പോൾ വേണമെന്നെങ്കിൽ പെട്ടെന്ന് വാങ്ങിക്കോളൂ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.